അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞു. വിജയിയെ അറിഞ്ഞു. ഇന്ന് ഈ ദിവസം എല്ലാവരും കൂട്ടിക്കിഴക്കലിലാണ് മുന്നണികളെല്ലാം. ആദ്യം തന്നെ CPM-ന്റെ കാര്യത്തിലേക്ക് പോവുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്വാധീന മേഖലയായ കണ്ണാടിയും മാത്തൂരുമാണ്. ഇവിടെയൊക്കെ CPM-ന്റെ കേഡർ വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. ഈ പാർട്ടിയുടെ വിലയിരുത്തൽ തന്നെയാണിത്. സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ പറഞ്ഞത്. അതേസമയം വടകര ഡീലിന്റെ ഭാഗമായി BJP വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിയെന്നാണ് CPM പുറത്ത് വിശദീകരിക്കുന്ന പ്രതിരോധം. ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല, കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് മുരളി തൃശ്ശൂരിൽ തോറ്റതും പാലക്കാട് മത്സരിക്കണമെന്ന പാലക്കാട് DCCയുടെ ശുപാർശ കത്ത് AICC അംഗീകരിക്കാതിരുന്നു. ആ ഡീലിൻ്റെ തുടർച്ചയാണ് പാലക്കാട് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ഇതാണ് പുറമേ പറയുന്ന പ്രതിരോധമെങ്കിലും കണ്ണാടിയിലും മാത്തൂരിലും പ്രതീക്ഷിച്ച വോട്ട് കിട്ടാത്തത് ഗൗരവമായാണ് CPIM കാണുന്നത്. P. സരിനു വേണ്ടി നാടിളക്കിയുള്ള പ്രചാരണം നടത്തിയിട്ടും ശക്തി കേന്ദ്രമായ കണ്ണാടിയിലും മാത്തൂരും പ്രതീക്ഷിച്ച വോട്ട് വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിലയിരുത്തൽ. കണ്ണാടിയിലും മാത്തൂരും 8000 വോട്ട് വീതമാണ് CPIM പ്രതീക്ഷിച്ചത്. എന്നാൽ കണ്ണാടിയിൽ 6272 വോട്ടും മാത്തൂരിൽ നിന്ന് 6926 വോട്ടുമാണ് കിട്ടിയത്. ഇത് തൊട്ടുമുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതലാണെങ്കിലും ഇത്തവണത്തെ കണക്കുകൂട്ടൽ പ്രകാരം ഇരു മേഖലകളിൽ നിന്നും കുറഞ്ഞത് 500 വീതം 1000 ഉറച്ച CPIM വോട്ടെങ്കിലും P. സരിന് കിട്ടിയിട്ടില്ല. കണ്ണാടിയിലെ പ്രാദേശിക വിഭാഗീയത ദോഷം ചെയ്തു എന്നാണ് ഒരു വിലയിരുത്തൽ. ഇതിനു പുറമെ NN കൃഷ്ണദാസിന്റെ വിവാദ പ്രസ്താവനയും EP ജയരാജന്റേതെന്ന പേരിൽ പുറത്തുവന്ന പുസ്തകത്തിലെ സരിനെതിരായ പരാമർശവുമെല്ലാം വോട്ട് ചോർത്തിയിട്ടുണ്ടാകാം. കോൺഗ്രസ് ക്യാമ്പിൽ നിന്നെത്തിയ സരിനെ പെട്ടെന്നൊരു ദിവസം സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനും പാർട്ടി അനുഭാവികളിൽ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകാം. ഇതെല്ലാം പരിശോധിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് AK ബാലൻ പറഞ്ഞു. പാലക്കാട് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കോൺഗ്രസ് മതം പറഞ്ഞ് SDPIയെ ഇറക്കിവിട്ട് നേടിയ വിജയമെന്ന LDF സ്ഥാനാർത്ഥി P. സരിൻ. SDPIയോടാണ് പറയുന്നത്, പോയി ക്യാമ്പയിൻ ചെയ്തിട്ട് വാടാ മക്കളെ ഞങ്ങൾക്ക് വേണ്ടിയെന്ന്. എന്നാൽ പിന്നെ ഘടകകക്ഷിയാക്കിക്കൂടെ? ഇതിലെങ്കിലും എടുത്തുകൂടെ UDF-ലേക്ക് SDPI പോലുള്ള സംഘടനകളെ വീടാന്തരം കയറി പള്ളിമുറ്റങ്ങളിൽ കയറി നിരങ്ങാൻ അനുവദിച്ച് നേടിയ ഒരു വിജയം പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തീരാക്കളങ്കമായി മാറുമെന്നും അത് തിരിച്ചറിവോടുകൂടി തിരുത്തലോടുകൂടി ജനം തന്നെ പ്രതികരിക്കുന്ന ഒരു കാലം അതിവിദൂരമല്ലാതെ സംഭവിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിൽ അഭിവാദ്യമർപ്പിച്ച് SDPI നടത്തിയ ഈ റാലി UDF ബാന്ധവത്തിന് തെളിവായി CPIM ആവർത്തിക്കുന്നു. SDPI ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെ UDF-ൽ ഉറപ്പിച്ചു നിർത്തുന്നത് ലീഗെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മതരാഷ്ട്രവാദത്തിന്റെ നിലപാടെടുക്കുന്നവരാണ് SDPIയും പിന്നെ ജമാഅത്തും. ഈ രണ്ട് പാർട്ടികളും മതരാഷ്ട്രവാദത്തിന് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നവരാണ്. ഇതിൽ ഈ വിഭാഗങ്ങളുമായിട്ട് ഒരു തരത്തിലും ധാരണ ഉണ്ടാക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. നിർഭാഗ്യവശാൽ കേരളത്തിൽ SDPIയും ജമാഅത്തും തമ്മിൽ അവരെ യോജിപ്പിച്ച് UDF-ന്റെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത്. CPIM-നെതിരായ മഴവിൽ സഖ്യം നേടിയ വിജയമെന്ന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇന്നലത്തെ പ്രതികരണം എല്ലാ തലത്തിലും ആവർത്തിച്ച് പ്രതിരോധം തീർക്കാനാണ് പാർട്ടിയുടെ പദ്ധതി. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഹായം UDF-ന് കിട്ടി. SDPIയുടെ സർക്കുലർ കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചു എന്നിങ്ങനെ പാലക്കാട്ടെ തോൽവിയിൽ രാഷ്ട്രീയ പ്രതിരോധം. UDF RSS പാലമായി സന്ദീപ് വാര്യർ പ്രവർത്തിച്ചുവെന്നാണ് മറ്റൊരാരോപണം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് RSS പ്രവർത്തകൻ UDF-ൽ നിന്ന് പ്രവർത്തിക്കുന്നത്. സന്ദീപ് ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന ചോദ്യത്തിൽ AK ബാലൻ മലക്കം മറിഞ്ഞു. ആ പറഞ്ഞത് സരിനെ പറ്റിയാണ്. ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാൾക്ക്, അത് സരിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, ചില അവ്യക്തതകളുണ്ടാവും. അത് മാറ്റിയെടുത്ത്
ഒരു സഖാവായി ഒരു കേഡറായി വളർന്നാൽ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു കേഡറാവും. അത് ഞാൻ അന്ന് പറഞ്ഞത് ഡോക്ടർ സരിനുമായി ബന്ധപ്പെട്ടാണ്. സുപ്രഭാതത്തിലും വർത്തമാനത്തിലും വന്ന പത്രപരസ്യത്തിൽ വസ്തുതാവിരുദ്ധമായി ഒന്നുമില്ല. CPIM പാലക്കാട്ട് ഒരു സാമുദായിക വിഭജനവും നടത്തിയിട്ടില്ല. വടകര ഡീലിന്റെ ബാക്കിയാണ് പാലക്കാട് നടന്നതെന്ന് ആവർത്തിച്ച് P. സരിനെ സംരക്ഷിച്ചു നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. ഇക്കാര്യത്തിൽ സരിൻ നൽകിയ മുന്നറിയിപ്പ് പൂർണ്ണമായും ശരിയായിരുന്നു. കോൺഗ്രസിനെതിരായ ആക്രമണത്തിന് ഭാവിയിലും സരിൻ ഉപകാരപ്പെടുമെന്ന കണക്കുകൂട്ടൽ. അതേസമയം പാർട്ടി സ്വാധീന കേന്ദ്രങ്ങളിൽ പെട്ടിയിൽ വീഴാതിരുന്ന വോട്ടുകൾക്ക് പാർട്ടിക്കുള്ളിൽ ഈ വിശദീകരണങ്ങളൊന്നും പോരാതെ വരും. ഇക്കാര്യത്തിലെ ചർച്ചകളും തുടർചലനങ്ങളും CPIM-ൽ തുടരുകയും ചെയ്യും. ന്യൂസ് മലയാളം, പാലക്കാട്.